Hello students, welcome to Arundhati Roy's YouTube class. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ വീക്കിലി കറണ്ട് അഫയേഴ്സ് അല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്നലെ സീസണിലെ റിസൾട്ട് വന്നു. ഇനി മെയിൻസിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. GKന്റെ ടോപ്പിക്സ് ആണെങ്കിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് കിടക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാറ്റിക് GK. കുറച്ച് അടുത്തിടയ്ക്കായിട്ട് CGL ഒരുപാട് SSC സ്റ്റാറ്റിക് GK ആയിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് GK അതുപോലെ ന്യൂസിൽ വരുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ന്യൂസുമായിട്ട് റിലേറ്റഡ് എടുത്ത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാറ്റിക്കും കറണ്ട് അഫയേഴ്സും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ പോകാൻ പോകുന്ന സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. അപ്പോൾ ന്യൂസിൽ ചോദിച്ചിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സും അതുപോലെ CGL അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ SSC ബാങ്ക് PSCയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക. എക്സ്പേർട്സ് നിങ്ങളുടെ ഡൗട്ട്സിന് മറുപടി ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം കളയാനില്ല, നമുക്കൊരു 20 ഡേയ്സും കൂടെ എക്സാമിനുള്ളൂ. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നോക്കിക്കേ, നമ്മുടെ ബുക്സ് ആൻഡ് ഓതേഴ്സിൽ ന്യൂസിൽ അടുത്തിടയ്ക്കായിട്ട് വന്ന ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. ന്യൂസിൽ വന്നിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ അടുത്തിടയ്ക്ക് 2022 ജനുവരി മുതൽ 2023 ഫെബ്രുവരി വരെ വന്നിട്ടുള്ള ന്യൂസ് ബുക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ പ്ലേസ് കാൾഡ് ഹോം, ഇത് ആരുടെ എഴുതിയ ബുക്കാണ്? പ്രീതി ഷെനോയിയുടെ ബുക്കാണ്. എ പ്ലേസ് കാൾഡ് ഹോം ആരുടെ ബുക്കാണ്? പ്രീതി ഷെനോയി. ലിസൺ ടു യുവർ ഹർട്ട് ദ ലണ്ടൻ അഡ്വഞ്ചർ. ഓക്കെ, ലിസൺ ടു യുവർ ഹർട്ട് ദ ലണ്ടൻ അഡ്വഞ്ചർ ആരാ എഴുതിയത്? റസ്കിൻ ബോണ്ട് ആണ് എഴുതിയത്. അടുത്ത് നോക്കേ, ദ ലിറ്റിൽ ബുക്ക് ഓഫ് ഇന്ത്യ സെലിബ്രേറ്റിംഗ് 75 ഇയേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ്. റസ്കിൻ ബോണ്ട് നമ്മുടെ SSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ SSCക്കാർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓതറാണ് റസ്കിൻ ബോണ്ട്. അപ്പോൾ ലിറ്റിൽ ബുക്ക് ഓഫ് ഇന്ത്യ ആരാ എഴുതിയത്? റസ്കിൻ ബോണ്ട്. 3 ഇമ്പോർട്ടൻ്റ് ബുക്കാണ്. നെക്സ്റ്റ് നോക്കിക്കേ, The Dolphin and the Shark. The Dolphin and the Shark, Stories on Entrepreneurship. എഴുതിയിരിക്കുന്നത് ആരാണ്? നമിത തപ്പാർ. നമിത തപ്പാർ. കുഞ്ഞു വലിയ ബുക്സ് വരുമ്പോൾ ഷോർട്ട് വേർഡ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. The Dolphin and the Shark എഴുതിയത് ആരാ? നമിത തപ്പാർ. A New India Selected Writings 2014 to 19 എഴുതിയിരിക്കുന്ന ആരാണെന്ന് നോക്കിയേ? അരുൺ ജെയ്റ്റ്ലി. ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആയതുകൊണ്ട് ബുക്ക് നോക്കി വെച്ചേക്കുക. A New India Selected Writing 2014 to 19 അരുൺ ജെയ്റ്റ്ലി. അടുത്ത് നോക്കിയേ, ടോംബ് ഓഫ് സ്റ്റാൻഡ് ഗീതാഞ്ജലി ശ്രീ. ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയ ബുക്കാണ് ഇത്, ടോംബ് ഓഫ് സ്റ്റാൻഡ്. എഴുതിയിരിക്കുന്ന ആരാണ്? ഗീതാഞ്ജലി ശ്രീ ആണ്. അടുത്ത് നോക്കിയേ, മെയിൻ ടു യഹാഹുൻ രാംദർശ് മിശ്ര. ഓക്കെ അല്ലേ? ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? അവാർഡ്. ഇത് ഈ അടുത്തിടയ്ക്ക് 2022 കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഒരു അവാർഡ് കിട്ടിയേക്കുന്ന ബുക്കാണ്, മെയിൻ ടു യഹാഹുൻ രാംദർശ് മിശ്ര. ഓക്കെ അല്ലേ? അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ എനിക്കൊന്ന് സരസ്വതി സമ്മാൻ കിട്ടിയതാണെന്ന് തോന്നുന്നു. സരസ്വതി സമ്മാൻ 2022 കിട്ടിയതാണ്, 2021 രാംദർശ് വിശ്രാം. പുസ്തകത്തിന്റെ പേരാണ് മെയിൻ ടു യഹാഹുൻ. അടുത്ത നോക്കിയേ, ദ ബുക്ക് ഓഫ് ഫോം ആൻഡ് ഇൻഡിനൻസ് റൂത്ത് ഒസേക്കി. ഇതും ഒരു അവാർഡ് വിന്നിംഗ് ബുക്കാണ്. ദ ബുക്ക് ഓഫ് ഫോം ആൻഡ് ഹാപ്പിനെസ് ആരെ എഴുതിയിരിക്കുന്നത്? റൂത്ത് ഒസേക്കി. ഒരു അവാർഡ് വിന്നിംഗ് ബുക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, കവിതാ ബിധൻ. മമിതാ ബാനർജിന്റെ കവിതാ ബിധന് സ്പെഷ്യൽ ബംഗ്ല അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2022 സ്പെഷ്യൽ ബംഗ്ല അവാർഡ് കിട്ടിയത് കവിതാ ബിധനാണ്. ആരാ റൈറ്റർ? മമിതാ ബാനർജി. ഓക്കെ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെറ്റ് നമ്മൾ നോക്കി. ഇത് എന്ത് ചെയ്ത് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കണ്ടിന്യൂസ് 2-3 തവണ കാണുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഇത് മേവറിക് എഫക്റ്റ്. നോക്കിയേ, മേവറിക് എഫക്റ്റ് ഹരീഷ് എസ് മെഹ്ത്ത. ഹരീഷ് എസ് മെഹ്ത്തയാണ് എന്ത് എഴുതിയേക്കുന്നത്? മേവറിക് എഫക്റ്റ് എഴുതിയേക്കുന്നത്. അടുത്ത നോക്കിയേ, ക്യൂൻ ഓഫ് ഫയർ. ക്യൂൻ ഓഫ് ഫയർ ആരുടെ പുസ്തകമാണ്? ദേവിക രംഗാചാര്യയുടെ പുസ്തകമാണ് ക്യൂൻ ഓഫ് ഫയർസ്. അടുത്ത പുസ്തകം നോക്കിയേ, ഫിയർലെസ് ഗവർണൻസ് കിരൺ ബേദി. അടുത്ത നോക്കിയേ, SSCന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട ഒരു ഓതറാണ് ഏത്? കിരൺ ബേദി. കിരൺ ബേദിയുടെ പുസ്തകമാണ് ഏത്? ഫിയർലെസ് ഗവർണൻസ്. ഓക്കെ, അടുത്ത നോക്കിയേ, ദ ബോയ് ഹൂ റോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ബോയ് ഹൂ റോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആരെ എഴുതിയിരിക്കുന്നത്? രാജേഷ് തൽവാർ ആണ് എഴുതിയിരിക്കുന്നത്. ആരെ പറ്റിയുള്ള പുസ്തകമാണെന്ന് അറിയാമോ? BR അംബേദ്കറിനെ പറ്റിയിട്ടുള്ള പുസ്തകമാണ് ദ ബോയ് ഹൂ റോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതിയിരിക്കുന്നത് ആരാ? രാജേഷ് തൽവാർ. അടുത്ത ബുക്ക് നോക്കിയേ, വാർ ഓഫ് ലങ്ക അമീഷ് ത്രിപാഠി. അമീഷ് ത്രിപാഠി ഒരു ഫേമസ് റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ മറ്റ് 2-3 ഇമ്പോർട്ടന്റ് ബുക്സും കൂടെ ഉണ്ട്, അത് നോക്കി വെച്ചേക്കാം കേട്ടോ. വാർ ഓഫ് ലങ്ക. വാർ ഓഫ് ലങ്ക എഴുതിയതാക്കുന്ന ആരാ? അമീഷ് ത്രിപാഠി. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഓക്കെ, ദിലീപ് കുമാർ ഇൻ ദ ഷാഡോ ഓഫ് എ ലെജൻഡ്. ദിലീപ് കുമാർ ഇൻ ദ ഷാഡോ ഓഫ് എ ലെജൻഡ് എഴുതിയിരിക്കുന്ന ആരാ നോക്കിയേ? ഫൈസൽ ഫറൂഖി. ഫൈസൽ ഫറൂഖിയാണ് ആ ബുക്കിന്റെ ഓതർ. അടുത്ത നോക്കിയേ, ഗൗതം അദാനി ദ മാൻ ഹൂ ചേഞ്ച്ഡ് ഇന്ത്യ എന്ന ബുക്കിന്റെ ഓതർ ആരാണ്? RN ഭാസ്കർ ആണ്. RN
ഭാസ്കർ ആണ്. ഗൗതം അദാനി ദ മാൻ ഹൂ ചേഞ്ച്ഡ് ഇന്ത്യ എഴുതിയിരിക്കുന്ന ആരാണ്? RN ഭാസ്കർ ആണ്. അടുത്ത നോക്കേ, ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര. ദ ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര ആരാ നോക്കേ? നവദീപ് സിംഗ് ഗില്ലിന്റെ ബുക്കാണ്. ഒരുപാട് തവണ BISനും മറ്റു എക്സാംസിനും ഒക്കെ അതിന് മുമ്പത്തുള്ള എക്സാംസിനും ഗോൾഡൻ ബോയിയുടെ പുസ്തകത്തിന്റെ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര എഴുതിയിരിക്കുന്ന ആരാ? നവദീപ് സിംഗ് ഗില്ലാണ്. അടുത്ത നോക്കേ, അടുത്ത നമ്മുടെ പുടിന്റെ ബയോഗ്രഫി. ഓക്കെ, പുടിൻ ഹിസ് ലൈഫ് ആൻഡ് ടൈംസ് എന്ന് എഴുതിയിരിക്കുന്ന ആരാണ്? ഫിലിപ്പ് ഷോർട്ട് ആണ്. ഓക്കെ അല്ലേ? പുടിൻ ഹിസ് ലൈഫ് ആൻഡ് ടൈംസ് എഴുതിയിരിക്കുന്ന ആരാണ്? ഫിലിപ്പ് ഷോർട്ട് ആണ്. ഇന്ത്യാസ് വുമൻസ് അൺസങ് ഹീറോസ്. ഓക്കെ, എഴുതിയിരിക്കുന്ന ആരാ നോക്കേ? മീനാക്ഷി ലേഖി. ഇന്ത്യാസ് വുമൻസ് അൺസങ് ഹീറോസ് എഴുതിയിരിക്കുന്ന ആരാണ്? മീനാക്ഷി ലേഖി. ഓക്കെ അല്ലേ? അടുത്ത സെറ്റ് നോക്കേ, ലാൽ സലാം ആരുടെ ബുക്കാണ്? സ്മൃതി ഇറാനിയുടെ ബുക്കാണ്. സയൻസ് ബിഹൈൻഡ് ദ സൂര്യ നമസ്കാർ അത് ആരുടെ ബുക്കാണ്? നോക്കേ, കാലുബായ്, ഡോക്ടർ കാലുബായുടെ ബുക്കാണ് ആര്? സയൻസ് ബിഹൈൻഡ് സൂര്യ നമസ്കാർ. അടുത്ത നോക്കേ, ഡേഞ്ചറസ് എർത്ത് ആരെ എഴുതിയിരിക്കുന്ന? എലൻ പ്രാഗർ ആണ്. എലൻ പ്രാഗറിന്റെ പുസ്തകമാണ് ആരുടെ? ഡേഞ്ചറസ് എർത്ത് എന്ന് പറയുന്നത്. അടുത്ത നോക്കേ, ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഏഷ്യ എഴുതിയിരിക്കുന്ന ആരുടെയാ? ഫ്രഞ്ച് ഓതർ. നോക്കേ, ഫ്രഞ്ച് ഓതർ ആയിട്ടുള്ള റെനെ നാബയുടെ ബുക്കാണ് ഏത്? ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഏഷ്യ. അടുത്ത നോക്കേ, അംബേദ്കറിനെ പറ്റിയിട്ടുള്ള ഒരു അടുത്ത ബുക്കാണ് നോക്കി, ശശി തരൂർ. ഓക്കെ, SSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതറാണ് ആര്? ശശി തരൂർ. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഉറപ്പായിട്ട് നോക്കി വെച്ചേക്കുക. അപ്പോൾ പുതുതായിട്ട് വന്നൊരു ബുക്കാണ് ഏത്? അംബേദ്കർ എ ലൈഫ് എഴുതിയിരിക്കുന്നത് ആരാണ്? ശശി തരൂർ. അടുത്ത നോക്കേ, വൈൽഡ് ലൈഫ് ഇന്ത്യ അറ്റ് 50 എഴുതിയിരിക്കുന്ന ആരാ? മനോജ് കുമാർ മിശ്ര. വൈൽഡ് ലൈഫ് ഇന്ത്യ അറ്റ് 50 പുസ്തകക്കാരുടെയാണ് മനോജ് കുമാർ മിശ്ര. അടുത്ത നോക്കേ, ദ ലൈറ്റ് വി ക്യാരി ഓവർകമ്മിങ് ഇൻ അൺസർട്ടൈൻ ടൈംസ് എഴുതിയിരിക്കുന്നത് നമ്മുടെ മിഷെല്ലെ ഒബാമയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി നോക്കിയാലോ. കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. നോക്കേ, ബ്രേവ് ഹാർട്സ് ഓഫ് ഭാരത് വിഗ്നറ്റ്സ് ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി ആരുടെ ബുക്കാ? വിക്രം സമ്പത്ത് ആണ്. അടുത്ത നോക്കേ, മുസ്കുരാത്തെ ചന്ദ് ലഹ്മേ ഔർ കുച്ച് കമോഷിയൻ എഴുതിയിരിക്കുന്നത് ആരാണ്? മനോജ് ബാജ്പേയി. അടുത്ത ബുക്ക് നോക്കേ, ഇന്ത്യാസ് നോളജ് സൂപ്പർമസി ദ ന്യൂ ഡോൺ എഴുതിയിരിക്കുന്നത് ആരാ? ഡോക്ടർ അശ്വിൻ ഫെർണാണ്ടസ് ആണ്. ഇതെല്ലാം ന്യൂസിൽ വന്ന ബുക്സ് ആണ്. ഒന്നും സ്കിപ്പാതെ കഥ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് ഇത് പഠിച്ചു പോവാം. ഓക്കെ അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമ്മൾ ന്യൂസിൽ വന്നത് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ, ഹൂ ഈസ് ദ ഓതർ ഓഫ് ദി ബുക്ക് മോദി ഗവൺമെന്റ് ന്യൂ സർജ് ഓഫ് കമ്മ്യൂണലിസം? നോക്കിയ 4 ഓപ്ഷൻ ഉണ്ട്. പ്രണവ് മുഖർജി, ജശ്വന്ത് സിംഗ്, സീതാറാം യെച്ചൂരി, MJ അക്ബർ. നിങ്ങൾ ആരെങ്കിലും ഇതിൽ ഏതായിരിക്കും മാർക്ക് ചെയ്യുക? നോക്കിയേ, മോദി ഗവൺമെന്റ് ന്യൂ സർജ് ഓഫ് കമ്മ്യൂണലിസം ആരുടെ ബുക്കാണ്? സീതാറാം യെച്ചൂരിയുടെ ബുക്കാണ്. ഓക്കെ അല്ലേ? ആൻസർ ആരാ? സീതാറാം യെച്ചൂരി. മോദി ഗവൺമെന്റ് ന്യൂ സർജ് ഓഫ് കമ്മ്യൂണലിസം ആരുടെ ബുക്കാണ്? സീതാറാം യെച്ചൂരിയുടെ ബുക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ഹൂ ഈസ് ദ ഓതർ ഓഫ് ദി ബുക്ക് ഗോൺ ഗേൾ എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, അത് ആരാന്നറിയാമോ? ഗില്യം ഫ്ലൈൻ ആണ്. ഗോൺ ഗേളിന്റെ ആൻസർ ആരാണ്? ഗില്യം ഫ്ലൈന്റെ പുസ്തകമാണ് ഏത്? ഗോൺ ഗേൾ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, നമ്മുടെ ഇന്ത്യൻ ഷൂട്ടർ ആൻഡ് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള അഭിനവ് ബിന്ദ്രയുടെ ഓട്ടോഗ്രാഫിക്കൽ ബുക്കിന്റെ പേരാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അഭിനവ് ബിന്ദ്രയുടെ ഓട്ടോബയോഗ്രഫി. നോക്കേ, ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അഭിനവ് ബിന്ദ്രയുടെ ഓട്ടോബയോഗ്രഫി ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏതാ നോക്കേ? എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി. അഭിനവ് ബിന്ദ്രയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താ? എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൂ ഈസ് ദ ഓതർ ഓഫ് ദി ബുക്ക് ഫിയർലെസ് ഗവർണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരുടെ ബുക്കാണ്? കിരൺ ബേദിയുടെ ബുക്ക്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്. ഫിയർലെസ് ഗവർണൻസ് ആരുടെ ബുക്കാണ്? കിരൺ ബേദി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൂ റോട്ട് ദ ബുക്ക് ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് ആരുടെ ബുക്കാണ്? ട്വിങ്കിൾ ഖന്ന. മിസ്സസ് ഫണ്ണി ബോസ് ആരുടെ പുസ്തകം എന്നറിയാമോ? അതും ട്വിങ്കിൾ ഖന്നയുടെ പുസ്തകമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൂ ഈസ് ദ ഓതർ ഓഫ് ദി ബുക്ക് ഡിഫെൻഡിങ് ഇന്ത്യ ആരുടെ ബുക്കാന്ന് നോക്കിയേ? ഇതിൽ ആരുടെ ബുക്കായിരിക്കും? ഡിഫെൻഡിങ് ഇന്ത്യ. എല്ലാം അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണ്. ഡിഫെൻഡിങ് ഇന്ത്യ ആരുടെ ബുക്കാണ്? ജശ്വന്ത് സിംഗിന്റെ ബുക്കാണ്. ഡിഫെൻഡിങ് ഇന്ത്യ ആരുടെ ബുക്കാണ്? ജശ്വന്ത് സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ഹൂ അമംഗ് ദി ഫോളോയിങ് ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് വെയിറ്റിംഗ് ഫോർ ദി മഹാത്മ താഴെ പറയുന്നവരിൽ ആരുടെ ബുക്കാണെന്നാണ് ക്വസ്റ്റ്യൻ.
വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ. ഓക്കെ, ആരുടെ ആയിരിക്കും? ഓക്കെ, RK നാരായൺ. മൽഗുഡി ഡേയ്സിന്റെ റൈറ്റർ ആരാണ്? RK നാരായൺ. RK നാരായണന്റെ മറ്റൊരു ബുക്കാണ് ഏത്? വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ. ഓക്കെ, അടുത്ത നോക്കിയേ, ദ ഗോൾഡൻ ത്രഷോൾഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുണ്ട്. ദ ഗോൾഡൻ ത്രഷോൾഡ് ആരായിരിക്കും? നമ്മുടെ സരോജിനി നായിഡുവിന്റെ ബുക്കാണ്. ഗോൾഡൻ ത്രഷോൾഡ് ആരെയാണ്? സരോജിനി നായിഡുവിന്റെ ബുക്കാണ് ഏത്? ഗോൾഡൻ ത്രഷോൾഡ്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഈസ് ഓട്ടോബയോഗ്രഫി ഈസ് ദ ഓതർ ആൻഡ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ കുറച്ച് ബുക്സ് ഉണ്ട്, അതെല്ലാം ഓട്ടോബയോഗ്രഫീസ് ആണ് കേട്ടോ, അതിൻ്റെ ഓതേഴ്സും ഉണ്ട്. ഇതിൽ ഏത് പെയറാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ആരായിരിക്കും? അൺബ്രേക്കബിൾ ആരുടെയാണ്? അത് മേരി കോമിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. അടുത്ത് നോക്കിയേ, പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെ ഓട്ടോബയോഗ്രഫിയാ? സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഓട്ടോബയോഗ്രഫിയാ. അടുത്ത നോക്കിയേ, ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ് അതാരുടെയാണ്? സാനിയ മിർസയുടെ. അപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ ഏതാ മാർക്ക് ചെയ്യണ്ടേ? കപിൽ ദേവിന്റെ ആണ്, തെറ്റായിട്ടാ മാർക്ക് ചെയ്തേക്കുന്നത്. കപിൽ ദേവിന്റെ ഓട്ടോബയോഗ്രഫി ഏതാ? സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട് ആണ്. സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട് ആണ് കപിൽ ദേവിന്റെ ഓട്ടോബയോഗ്രഫി. അപ്പൊ കുറെ ബുക്സ് ആയി. മേരി കോമിൻ്റെത് അൺബ്രേക്കബിൾ, കപിൽ ദേവിന്റെ ഏതാണ്? സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട്. സച്ചിൻ തെണ്ടുൽക്കറിന്റെ ബുക്കാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. സാനിയ മിർസയുടെ പുസ്തകമാണ് ഏത്? ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ്. അടുത്ത നോക്കേ, അന്ന കരീനയുടെ ഓതർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഓതർ ഓഫ് അന്ന കരീന? ആരായിരിക്കും? ഒന്നാലോചിക്കേ, അന്ന കരീനയുടെ ഓതർ ആരാണ്? ഓക്കെ, ലിയോ ടോൾസ്റ്റോയി. ആൻസർ ചെയ്താ ലിയോ ടോൾസ്റ്റോയി ആണ് അന്ന കരീനയുടെ ഓതർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ദ വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന ഫേമസ് നോവലിന്റെ ഓതർ ആരാണ്? വൈറ്റ് ടൈഗർ എഴുതിയിരിക്കുന്നത്? അരവിന്ദ് അദിഗയുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ദ സെലക്ഷൻ ഡേ, അരവിന്ദ് അദിഗയുടെ മറ്റൊരു ബുക്കിന്റെ പേരെന്താ? ദ സെലക്ഷൻ ഡേ. അടുത്ത ഏതാ? ദ വൈറ്റ് ടൈഗർ. ഇതൊക്കെ എഴുതിയിരിക്കുന്ന ആരാണ്? അരവിന്ദ് അദിഗ. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, സ്ലം ഡോഗ് മില്യനർ. ഇതിന്റെ ഓതർ ആരാണ്? ഹൂ ഈസ് ദ ഓതർ ഓഫ് ദി ബുക്ക് സ്ലം ഡോഗ് മില്യനർ? ആരാണ്? വികാസ് സ്വരൂപ് ആണ് സ്ലം ഡോഗ് മില്യനറിന്റെ ഓതർ എന്ന് പറയുന്നത്. സ്ലം ഡോഗ് മില്യനറിന്റെ ഓതർ ആരാണ്? വികാസ് സ്വരൂപ്. അടുത്ത പറയുന്നൊക്കെ ഫാസ്റ്റിംഗ് ഫീസ്റ്റിംഗ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫാസ്റ്റിംഗ് ഫീസ്റ്റിംഗ് ആരാണെന്ന് അറിയാമോ? അത് അനിത ദേശായി. ഫാസ്റ്റിംഗ് ഫീസ്റ്റിംഗ് ആരാണ് ഓതർ? അനിത ദേശായി. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ബീയിങ് ഗാന്ധി എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ബീയിങ് ഗാന്ധി ആരുടെ ബുക്കായിസേ? പാരോ ആനന്ദിന്റെ ബുക്കാണ് ഇത് ബീയിങ് ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിന്റെ ഓതർ ആരാണ്? ഇമ്പോർട്ടന്റ് ബുക്കാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആരെഴുതിയത് ആരാണ്? കിരൺ ദേശായി. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ആരുടെ ബുക്കാണ്? കിരൺ ദേശായിയുടെ ബുക്കാണ്. അടുത്ത നോക്കിയേ, ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ എഴുതിയത് ആരാ? ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ ആരുടെ ബുക്കാണ്? അരുന്ധതി റോയ്. എൻഡ് ഓഫ് ഇമാജിനേഷൻ ആരുടെ ബുക്കാണ്? അരുന്ധതി റോയുടെ ബുക്കാണ്. അടുത്ത നോക്കേ, ഹു ഈസ് ദ ഓതർ ഓഫ് ദി ബുക്ക്? ഡോളർ ബാഹു ആരുടെ ബുക്കാണ്? ആരുടെ ബുക്കാ? ഓക്കെ അല്ലേ? സുധാമൂർത്തി. ഡോളർ ബാഹു ആരുടെ ബുക്കാണ്? സുധാമൂർത്തിയുടെ ബുക്കാണ് ഡോളർ ബാഹു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ്, അതുപോലെ അതിനുശേഷം SSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും എക്സാംസിന് വേണ്ടി നോക്കുക. അപ്പോൾ CGL ആണ്, അപ്പോൾ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റിക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇങ്ങനത്തെ ഉള്ളതെല്ലാം കൂടെ നോക്കിയിട്ട് വേണം പോവാൻ. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് അഫയേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, CGL പ്രിലിംസിൽ ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക്